ഡെങ്കിപ്പനിക്കെതിരെ പ്രതിരോധം തീർക്കുന്നതിനായി രാജ്യവ്യാപകമായി ഇന്ന് ദേശീയ ഡെങ്കിപ്പനി ദിനമായാണ് ആചരിക്കുന്നത്. രാജ്യത്ത് വർഷം തോറും ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായാണ് മഴക്കാലത്തിന് മുന്നോടിയായി മെയ് 16-ാം തീയതി ദേശീയ ഡെങ്കിപ്പനി ദിനമായി ആചരിക്കുന്നത്. രോഗവ്യാപനം നിയന്ത്രിക്കുന്നതിന് നേരത്തെയുള്ള പ്രതിരോധം, പൊതുജന പങ്കാളിത്തം, സമയബന്ധിതമായ വൈദ്യസഹായം എന്നിവയുടെ പ്രാധാന്യം എടുത്തു കാണിക്കുകയാണ് ഈ ദിനത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. ഈഡിസ് പെൺകൊതുകുകൾ പരത്തുന്ന വൈറസ് ബാധയാണ് ഡെങ്കിപ്പനി. ഇത് സാധാരണയായി ചർമ്മത്തിൽ ചുണങ്ങ്, തലവേദന, സന്ധിവേദന, കടുത്ത പനി എന്നിവയ്ക്ക് കാരണമാകുന്നുണ്ട്. 2 മുതൽ 4 ആഴ്ചയ്ക്കകം രോഗമുക്തരാകുമെങ്കിലും ചില സന്ദർഭങ്ങളിൽ ഡെങ്കിപ്പനി ഗുരുതര ആരോഗ്യ സങ്കീർണതകൾ ഉണ്ടാക്കാം. ബക്കറ്റുകൾ, പൂച്ചട്ടികൾ, കൂളറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവയിൽ കാണപ്പെടുന്ന ശുദ്ധവും കെട്ടിക്കിടക്കുന്നതുമായ വെള്ളം ഈഡിസ് കൊതുകുകളുടെ പ്രജനനത്തിന് അനുയോജ്യമാണ്. ഇത് ഒഴുക്കിക്കളയുന്നത് അവയുടെ പ്രജനനം തടയാൻ സഹായിക്കും. ഡെങ്കിപ്പനിയെ തുടർന്ന് രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം അമിതമായി കുറയുന്നത് ആന്തരിക രക്തസ്രാവത്തിന് കാരണമാകും. ഇത് ആരോഗ്യാവസ്ഥ മാരകമാകാനുള്ള സാധ്യതയുണ്ട്. ഡെങ്കിപ്പനിക്ക് പ്രത്യേക മരുന്നുകളില്ല. രോഗലക്ഷണങ്ങൾ നിയന്ത്രിക്കുകയാണ് പ്രധാനമായും ചെയ്യുന്നത്. ഡെങ്കി ഹെമറാജിക് പനി ഏറ്റവും ഗുരുതരമായ അവസ്ഥയാണ്. ഇത് ചിലപ്പോൾ ഗുരുതരമാകാനും മരണം വരെ സംഭവിക്കാനും കാരണമാകും. പ്രായമായവരിലും കുട്ടികളിലും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരിലുമാണ് ഡെങ്കിപ്പനി മൂലമുള്ള അപകട സാധ്യത ഏറ്റവും കൂടുതൽ. ഡെങ്കിപ്പനിയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി 2010 മുതലാണ് രാജ്യം ദേശീയ ഡെങ്കിപ്പനി ദിനം ആചരിച്ചു തുടങ്ങിയത്. മഴക്കാലത്താണ് ഡെങ്കി കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ രോഗവ്യാപനത്തിന് കാലാനുസൃതമായ രീതികളുണ്ടെന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നുണ്ട്.